1948 ഡിസംബർ മാസം 1-ാം തീയതി ഓസ്ട്രേലിയയിലെ അൽഡേലിലുള്ള സോമർട്ടൺ ബീച്ചിൽ പതിവ് പോലെ ആളുകൾ രാവിലെ നടക്കുകയായിരുന്നു. പ്രഭാതത്തിൻ്റെ ഊഷ്മളത തേടിക്കൊണ്ട് ജനങ്ങൾ ബീച്ചിലൂടെ നടക്കുമ്പോൾ പെട്ടെന്നാണ് ഒരാളുടെ ശ്രദ്ധ കടൽ തീരത്ത് കിടക്കുന്ന ഒരു മനുഷ്യനിലേക്ക് തിരിഞ്ഞത്. അയാൾ മരിച്ചു കിടക്കുകയായിരുന്നു. ഒരാളായി രണ്ടാളായി ഒരു ആൾക്കൂട്ടം തന്നെ കുറേശ്ശെ അവിടെ വരാൻ തുടങ്ങി. ആദ്യ നോട്ടത്തിൽ ഒരു അപകടമോ ആക്രമണമോ നടന്നതിൻ്റെ ഒരു ലക്ഷണവും കാണാനില്ല. ആളുകൾ പുറത്തു കഥകളിറക്കി. നമ്മളങ്ങനെയാണല്ലോ, ഒരു സ്ഥലത്ത് നിന്നാൽ സംഭവങ്ങൾ കെട്ടിപ്പടുക്കാൻ എന്താണ് യാഥാർത്ഥ്യം അറിയാതെ പറയാൻ നമുക്ക് വലിയ ആവേശമാണ്. ആളുകൾ കെട്ടിപ്പടുത്തു. പക്ഷേ രക്തമില്ല, ഒരു തുള്ളി രക്തമില്ല, പോരാട്ടത്തിൻ്റെ അടയാളങ്ങളില്ല. നല്ല വസ്ത്രം ധരിച്ച് ഏകദേശം 40-45 വയസ്സ് പ്രായമുള്ള ഒരാൾ. അയാളുടെ കൈവശമുണ്ടായിരുന്ന വസ്തുക്കൾ കണ്ടപ്പോൾ പോലീസിനും അമ്പരപ്പായി. അയാളുടെ പോക്കറ്റിൽ തിരിച്ചറിയാൻ ഒരു കാർഡില്ല, ഒരു പേഴ്സില്ല, തൊപ്പിയില്ല, അങ്ങനെ യാതൊരു അടയാളവുമില്ലാതെ അയാളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു രേഖയുമില്ല. അതിലുപരി വസ്ത്രങ്ങളിൽ എല്ലാ ലേബലുകളും മനഃപൂർവ്വം മറച്ചു മാറ്റിയിരിക്കുന്നു. വസ്ത്രങ്ങൾ പോലും എവിടെ നിന്ന് തുന്നി അല്ലെങ്കിൽ എന്താണ് എന്നറിയാൻ ഒരു സാധ്യതയുമില്ല. ആരാണ്, എവിടെ നിന്ന് വന്നു, അന്നും ഇന്നും ലോകത്തിന് അജ്ഞാതമാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനുശേഷം ഈ മനുഷ്യൻ്റെ മരണവുമായി ബന്ധപ്പെടുത്തി അന്വേഷിച്ചു, DNA ഒക്കെ നടത്തി, ഒന്നും കണ്ടെത്താനായിട്ടില്ല. ഇയാൾ ആരാണ്, എവിടെ നിന്നാണ് വന്നത്, എന്തുകൊണ്ടാണ് ആരും ഇയാളെ തിരിച്ചറിയാതെ പോയത്? പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിരലടയാളങ്ങൾ പരിശോധിച്ചു. രാജ്യത്തുടനീളം കാണാതായവരുടെ വിവരങ്ങൾ താരതമ്യം ചെയ്തു. ഓസ്ട്രേലിയ ഗവൺമെൻറ് ഇതൊരു വളരെ വലിയ ഒരു പ്രസ്റ്റീജ് പ്രോജക്റ്റ് പോലെ എടുത്തുകൊണ്ട് എല്ലാ കാണാതായവരെയും തിരക്കാൻ തുടങ്ങി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മറ്റൊരു ചോദ്യം കൂടി ഉയർത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അയാളുടെ ശരീരത്തിൽ വിഷബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അന്നത്തെ പരിശോധനയിൽ ഏത് വിഷമാണെന്ന് കണ്ടെത്താനായില്ല. വീണ്ടും പോലീസ് കുഴങ്ങി. അങ്ങനെ അന്വേഷണം നിലച്ചു പോയെന്ന് തോന്നലുണ്ടായപ്പോൾ പോലീസിനൊരു വിചിത്രമായ കണ്ടെത്തൽ കിട്ടി. അയാളുടെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നുള്ള വളരെ ചെറിയ ഒരു പോക്കറ്റ്, രഹസ്യ പോക്കറ്റ് പാൻറ്റിലുണ്ടായിരുന്നു. ചിലർ പണം വയ്ക്കുന്നതിന് വേണ്ടി രഹസ്യമായ പോക്കറ്റ് ഉണ്ടായിരിക്കും, ചെറിയ പോക്കറ്റ്. അതിൽ ഒരു ചെറിയ കടലാസിൻ്റെ ഒരു ചുരുളുണ്ടായിരുന്നു. അതിൽ എഴുതിയിരിക്കുന്നത് 2 വാക്കുകളാണ്. ടമയിൻ ഷഡ്, അതായത് TAMAIN ഷഡ് SHUD. ഈ 2 വാക്കുകൾ ലോകത്തിലെ ഏറ്റവും വലിയ അന്വേഷണത്തിലേക്ക് വഴി തുറക്കുമെന്ന് അന്ന് ആരും കരുതിയിരുന്നില്ല. പിന്നെ നടന്നത് അന്വേഷണങ്ങളുടെ പരമ്പരയായിരുന്നു. ആ കടലാസിൻ്റെ യഥാർത്ഥ അർത്ഥം എന്തായിരുന്നു? ആരാണ് അജ്ഞാതൻ? അത് വളരെ രസകരമായ കാര്യമാണ്. ഈ 2 വാക്കുകളാണ് അന്വേഷണത്തിൻ്റെ ദിശ തന്നെ തിരിച്ച ആ 2 വാക്കുകൾ. പേർഷ്യൻ കവി ഒമർ ഖയ്യാം എഴുതിയ റുബായാത്ത് ഓഫ് ഒമർ ഖയ്യാം എന്ന പുസ്തകത്തിൽ അവസാന പേജിൽ അച്ചടിച്ചിരിക്കുന്ന 2 വാക്കുകളായിരുന്നു അത്. അതിൻ്റെ അർത്ഥം അവസാനം, അല്ലെങ്കിൽ എല്ലാം അവസാനിച്ചു എന്നാണ് ആ 2 വാക്കിൻ്റെ അർത്ഥം. പോലീസ് രാജ്യമൊട്ടാകെ അന്വേഷണം നടത്തി. ഒരാളിന് വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കുക, എഴുതി തള്ളിയില്ല. എല്ലാവരിലും അന്വേഷണം പൊങ്ങി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരു വ്യക്തി പോലീസ് സ്റ്റേഷനിലെത്തി വളരെ വിചിത്രമായ ഒരു കാര്യം പറഞ്ഞു. സംഭവം നടന്ന ദിവസങ്ങൾക്ക് മുമ്പ് തൻ്റെ കാറിൽ ഒരു പഴയ പുസ്തകം ആരോ ഉപേക്ഷിച്ചിരുന്നെന്ന് അയാൾ പറഞ്ഞു. ആ പുസ്തകം പരിശോധിച്ചപ്പോൾ അതിൻ്റെ അവസാന പേജ് കീറിയെടുത്ത നിലയിലായിരുന്നു. എത്ര മനോഹരമായിട്ടാണ് ഒരു കേസ് മുന്നോട്ട് പോകുന്നത് നോക്കുക. ആ കീറിയ ഭാഗം സോമർട്ടൺ മാൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ കടലാസുമായി കൃത്യമായി പൊരുത്തപ്പെട്ടു. എന്നാൽ ദുരൂഹത അവിടെ അവസാനിച്ചോ? എന്തിനാണ് ഇത് വലിച്ചു കീറിയത്? എവിടെ നിന്നാണ് ഈ പുസ്തകം കിട്ടിയത്? എങ്ങനെയാണ് ഇയാൾ അവിടെ എത്തിയത്? ആ പുസ്തകത്തിൻ്റെ പിന്നിലെ കവറിൽ ചില അക്ഷരങ്ങൾ എഴുതിയിരുന്നു. അവ സാധാരണ വാക്കുകളല്ലായിരുന്നു, കോഡ് പോലുള്ള അക്ഷരങ്ങളുടെ നിര. ഇന്ന് വരെ ലോകത്തെ മികച്ച കോഡ് വിദഗ്ധർ പോലും അതിൻ്റെ അർത്ഥം പൂർണ്ണമായി കണ്ടെത്തിയില്ല. വീണ്ടും ദുരൂഹതകളിൽ നിന്ന് ദുരൂഹതകളിലേക്ക് പോകുന്നു. ഒരാളിൻ്റെ മരണമാണ് ഒരു രാജ്യത്തിൻ്റെ അന്വേഷണ സംവിധാനത്തെ ആകെ കീഴ്മേൽ മറിച്ചത്. അപ്പോഴാണ് ഒരു ഫോൺ നമ്പർ കാണുന്നു അതിനകത്ത്. ആ നമ്പർ പോലീസിനെ ഒരു യുവ നഴ്സിൻ്റെ വീട്ടിലേക്കാണ് എത്തിച്ചത്. എത്ര മനോഹരമായ കഥയാണ് നോക്കൂ. നടന്നൊരു സംഭവമാണ്. ഈ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല, പക്ഷേ അന്വേഷണം നടത്തിയ ചില ഉദ്യോഗസ്ഥർ പിന്നീട് പറഞ്ഞത് സോമർട്ടൺ മാൻ്റെ മൃതദേഹത്തിൽ ചിത്രം കണ്ടപ്പോൾ അവളുടെ മുഖത്ത് അസാധാരണമായ ഞെട്ടൽ പ്രകടമായിരുന്നു എന്നാണ്. അവർക്ക് അയാളെ ശരിക്കും അറിയാമായിരുന്നോ, അതോ അത് വെറും യാദൃച്ഛികമായ പ്രതികരണമോ? ഇതിന് വ്യക്തമായ തെളിവ് ഒരിക്കലും ലഭിച്ചില്ല. പിന്നീട് മറ്റൊരു കാര്യം പുറത്തു വന്നു. ആ നഴ്സ് വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾക്ക് അതേ റുബായത്ത് ഓഫ് ഒമർ ഖയ്യാം പുസ്തകം സമ്മാനമായി വച്ച്. എത്ര കണക്റ്റഡാണെന്ന് നോക്കൂ കാര്യങ്ങൾ, എത്ര രസകരമാണ് കാര്യങ്ങൾ.
അതും വെറും യാദൃശ്യമായിരുന്നോ? വീണ്ടും അന്വേഷണം പോയി, പല വഴിക്ക് അന്വേഷണം പോയി. അത് പോയ കൂട്ടത്തിൽ വീണ്ടും പോകുന്നു, പുതിയ തെളിവുകൾ വേണ്ടി ഉത്തരങ്ങൾ തേടുന്നു. വീണ്ടും പുതിയ ചോദ്യങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഓരോ ചോദ്യവും അടുത്ത ചോദ്യത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ ഈ സോമർട്ടൻ കേസിൽ ഏറ്റവും പ്രചരിച്ച സിദ്ധാന്തമെന്ന് പറയുന്നത് 1948 ലോകം ശീതയുദ്ധത്തിൻ്റെ തുടക്കത്തിലായിരുന്നു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള രഹസ്യ മത്സരങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുന്ന കാലത്ത് സോമർട്ടൻ ഒരു ചാരനായിരുന്നോ? അത് മാറുകയാണ്. വസ്ത്രങ്ങളിൽ എല്ലാ ലേബലുകളും മുറിച്ചു മാറ്റിയിരുന്നത്, തിരിച്ചറിയൽ രേഖകളൊന്നും ഇല്ലാതിരുന്നത്, അജ്ഞാതമായ കോഡ്, വിഷബാധയെന്ന സംശയം, ഇതെല്ലാം ചേർന്നപ്പോൾ പലരും ആ സിദ്ധാന്തം വിശ്വസിച്ചു. അദ്ദേഹം ഒരു ചാരനായിരുന്നു ശീതയുദ്ധത്തിലെ. എന്നാൽ അത് തെളിയിക്കുന്ന ഔദ്യോഗിക രേഖകളും പിന്നെ ഒന്നും ലഭിച്ചില്ല. പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. എന്നിട്ടും ഈ മനുഷ്യൻ്റെ യഥാർത്ഥ പേര് പോലും ലോകത്തിന് ഇപ്പോഴും അറിയില്ല. പക്ഷേ 2021 എന്നാ നടന്നെന്ന് ആലോചിക്കണം. 2021 ഒരു വലിയ തീരുമാനമെടുത്തു. സോമർട്ടൻ മൃതദേഹം പുറത്തെടുത്ത് ആധുനിക DNA പരിശോധനകൾ നടത്താൻ അധികൃതർ അനുവദിച്ചു. ശാസ്ത്രജ്ഞൻ മുടിയിൽ നിന്ന് DNA സാമ്പിളുകൾ പരിശോധിച്ചു. വംശാവലി വിവരങ്ങളും കുടുംബ ബന്ധങ്ങളുടെ രേഖകൾ ഉപയോഗിച്ച് മാസങ്ങളോളം അന്വേഷണം നടത്തി. 2022 ആയപ്പോൾ ഗവേഷക സംഘം ഒരു സാധ്യത മുന്നോട്ട് വെച്ചു. സോമർട്ടൻ അമേരിക്കയിൽ ജനിച്ച കാറൽ ചാൾസ് വെബ് എന്ന വ്യക്തിയായിരിക്കാമെന്നാണ് അവരെത്തിയ നിഗമനം. ആ കണ്ടെത്തൽ ലോകശ്രദ്ധ നേടുന്ന ഒരു നിഗമനമായിരുന്നു. ഇത് ഔദ്യോഗികമായി ആരും ഇതുവരെ അന്തിമമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ചില ചരിത്രകാരന്മാരും ഗവേഷകരും ഇപ്പോഴും കൂടുതൽ തെളിവുകൾ ആവശ്യമാണെന്ന് പറഞ്ഞ് ആ മരണത്തിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് കണ്ടെത്താനായാലും ഏറ്റവും വലിയ ചോദ്യങ്ങൾക്ക് ഇന്നും ഉത്തരമില്ല. എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്? എവിടെ നിന്ന് വെച്ചാണ് അദ്ദേഹം അവിടെ നിന്ന് എത്താൻ കാരണം? ഈ തമാം ഷഡ് എന്ന കടലാസ് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ എങ്ങനെ എത്തി? ആ കേസിൻ്റെ അർത്ഥം എന്താണ്? നഴ്സുമായിട്ടുള്ള ബന്ധമെന്താണ്? ഈ ചോദ്യങ്ങളിൽ പലതിനും ഇന്നും വ്യക്തമായ ഉത്തരമില്ല. അതുകൊണ്ട് തന്നെ ആണ് സോമർട്ടൻ കേസ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ദുരൂഹമായ കേസുകളിലൊന്നായി ഇന്നും നിലനിൽക്കുന്നത്. ചില രഹസ്യങ്ങൾ സമയം കഴിഞ്ഞാലും മറഞ്ഞു തന്നെ നിൽക്കും. അവയ്ക്ക് ലഭിക്കുന്ന ഓരോ പുതിയ തെളിവും സത്യം വെളിപ്പെടുന്നതിനേക്കാൾ പുതിയ ചോദ്യങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഓരോ തെളിവും അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകും. കേരളത്തിൽ സുകുമാരക്കുറുപ്പ് എവിടെ എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും.